ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 10th കഴിഞ്ഞ് +1 സയൻസ് എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ +1 കാണിച്ചിട്ടുള്ള കുറച്ച് അബദ്ധങ്ങളൊക്കെയാണ് നിങ്ങളോടായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ വെക്കേഷൻ സമയത്ത് തീരെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് 3 മാസം വെക്കേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് സയൻസിൽ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ സയൻസേ എടുക്കില്ലായിരുന്നു. കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം കോമേഴ്സ് ആയിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു സയൻസ് എടുത്ത് നമുക്ക് എന്താ പറയുക ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ സയൻസ് എടുത്തതായിരുന്നു. പക്ഷേ ഇപ്പം തോന്നുന്നു കൊമേഴ്സ് എടുക്കാമായിരുന്നു എന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് ആ ഒരു ഇതിലനുസരിച്ച് മാത്രം സ്ട്രീം ചൂസ് ചെയ്യുക. ഞാൻ ഈ വെക്കേഷൻ സമയത്ത് അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും കൊമേഴ്സിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വെറുതെ ആവശ്യമില്ലാതെ ഓക്കെ അതെന്തായാലും വിട്. നിങ്ങൾക്ക് വേണ്ട സ്ട്രീം ചൂസ് ചെയ്യുക. ഈ വെക്കേഷൻ ടൈമിൽ തന്നെ എന്തൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അഥവാ നമുക്ക് അതിലെന്തൊക്കെയാണുള്ളതെന്നൊന്ന് നോക്കി വെക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നതാണോ അഥവാ നമുക്ക് പറ്റിയ പരിപാടി തന്നെയാണോ എന്ന് തന്നെ അറിഞ്ഞിരിക്കണം. കാരണം കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പുക മയം പോലെയാണ്. സത്യമാണ്. കാരണം ഈ 10th വരെ പ്രത്യേകിച്ച് ഈ കേരള സിലബസിൽ പഠിച്ച കുട്ടികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. CBSE എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ കേരള സിലബസ് പഠിച്ചത്. അപ്പോൾ കേരള സിലബസ് പഠിച്ച കുട്ടികളാണെങ്കിൽ അവർ ഈ 10th നിന്ന് ഈ +1 ജമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ജമ്പ് തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. NCERT എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ബോർഡ് എക്സാമിന് അത്രയും പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ +2ൻ്റെ എക്സാംസൊക്കെ അവർ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാണ്. ഞങ്ങൾ +1ൻ്റെ എക്സാംസ് വലിയ കുഴപ്പമില്ലാതെയാണ് പോയത്, കെമിസ്ട്രി ഒഴികെ. അതുകൊണ്ട് തന്നെ NCERT ഇനി എന്തായാലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഞാനും +1 എങ്ങനെയും രക്ഷപ്പെട്ട് എന്ന് വെച്ചാൽ ഇനിയുള്ള +1 സ്റ്റുഡൻസ് എല്ലാവരും രക്ഷപ്പെടണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പരീക്ഷ ടഫാവാം. അപ്പോൾ ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യത്തെ ഒരാഴ്ചയൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ക്ലാസ്സൊക്കെ ചെറുങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക്, അതായത് ഒരു ജൂലൈ മാസം തൊട്ട് നമുക്ക് കാര്യമായിട്ട് ക്ലാസ്സസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അയ്യോ ഇതെന്താ ഇത് 10th കാണുന്ന ഒരാവേശം പോലും നമുക്ക് ഈ +1 കാണാൻ പറ്റില്ല. കാരണം 10th നമുക്ക് ഫസ്റ്റിലൊരു ആവേശം ഉണ്ടായോ, പഠിച്ചു തുടങ്ങണം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, ഫുൾ A+ എടുക്കണം, അങ്ങനെയൊക്കെ തോന്നും. പിന്നെ ഈ നമ്മൾ +1 കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്താ ഇതെന്ന് മനസ്സിലാവില്ല. എന്നിട്ട് നമുക്ക് മനസ്സിലാവും എല്ലാം പോയി എന്നുള്ളൊരു വിധത്തിലായിപ്പോവും. പക്ഷെ പേടിക്കണ്ട, എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് എന്താ പറയുക ശീലമായിക്കോളും എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശീലമാവും. ആദ്യം തോന്നുന്നൊരു എന്താ പറയുക ഒരു വല്ലാത്തൊരു പ്രശ്നമേ തോന്നുള്ളൂ. പിന്നെ അതൊക്കെ നമുക്ക് തന്നാലെ ശീലമായിട്ട് പോയിക്കോളും. ഈ ബയോളജിയിലൊക്കെ പ്രത്യേകിച്ച് ഫസ്റ്റ് ചാപ്റ്റേഴ്സിലുള്ള ബോട്ടണിയിലത്തെ ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ പേരൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും ആ ചാപ്റ്റേഴ്സൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് പഠിച്ചാൽ മതിയെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് പാനിക് ആവാതിരിക്കുക, സമാധാനത്തോടു കൂടി പഠിക്കുക. ബോർഡ് എക്സാമിൻ്റെ ലെവലിൽ ഏത് ടൈപ്പ് ഏത് ലെവലിൽ ചോദ്യം എങ്ങനെ വന്നാലും എഴുതാൻ പറ്റുന്നുള്ള വിധത്തിൽ തന്നെ പഠിക്കുക. അല്ലാതെ ടെക്സ്റ്റ് ഇങ്ങനെ വാരി വലിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മറ്റേ വലിയ എക്സാംസ് ഒന്നും അല്ലല്ലോ എഴുതുന്നത്, ജസ്റ്റ് ബോർഡ് എക്സാംസ് ആണ്. പക്ഷെ എന്ന് വെച്ച് ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പഠിക്കണം. പിന്നെ മാത്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കരുത്. കാരണം എന്താ വെച്ചാൽ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ലെവലിലൊക്കെ ചോദിക്കാൻ പറ്റുമെന്ന് വരെ തോന്നിപ്പോയി. അങ്ങനത്തെ ലെവലിൽ അവർ ചോദിക്കും. ചിലപ്പോൾ ആ NCERT എന്നുള്ള ചോദ്യങ്ങളേ ആയിരിക്കില്ല, അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ ആയിരിക്കില്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പം കോൺസെപ്റ്റ് കൃത്യമായിട്ട് പിന്നെ മനസ്സിലാക്കണം. എന്നിട്ട് പറ്റുന്ന എന്താ പറയുക NCERT ക്വസ്റ്റ്യൻസൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോവാം. അതായത് ഞാൻ പറയുന്നില്ല ഫുൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം, കാരണം അതിനുള്ള ടൈമും കിട്ടില്ല, നമുക്ക് അതിനുള്ള ക്ഷമയും ഉണ്ടാവില്ല, അതിനുവേണ്ടി നമ്മൾ അത്ര പരിശ്രമിക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലംസ് അത്യാവശ്യം ചെയ്യാൻ നോക്കുക NCERTത്തെ. എന്നിട്ട് ആ ചെയ്ത പ്രോബ്ലംസ് വീണ്ടും ചെയ്യണം. റിപ്പീറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യണം. അല്ലാതെ പുതിയ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ട് ആ പഴയതൊന്നും റിവൈസ് ചെയ്യാതെ വെച്ചിട്ട് ഒരു കാര്യമില്ല, വെറും വേസ്റ്റാണ്. ഞാൻ എത്രയോ തവണ അങ്ങനത്തെ മണ്ടത്തരം ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ തന്നെ മറന്നു എന്താണ് ഞാൻ ചെയ്തതെന്ന്. കാരണം ക്വസ്റ്റ്യൻസ് വരുന്ന സമയം നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഓർമ്മ കിട്ടൂല. അതാണ് അതിൻ്റെ അവസ്ഥ. മാത്സൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് തന്നെ നമ്മൾ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കണം. ഫിസിക്സ് പിന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കാരണം ഫിസിക്സ് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആദ്യമൊന്നും തീരെ പഠിച്ചില്ല. ജനുവരി മാസമൊക്കെ ആയപ്പം ഞാൻ ട്യൂഷൻ ചേർത്തിട്ട് ആ മിസ് തന്നെ അങ്ങനെയല്ലോ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ എത്തിച്ചതാണ്. പോരായിട്ട് ബോർഡ് എക്സാം വലിയ കുഴപ്പമില്ല, ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് A+ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ട്. എങ്ങനെയൊക്കെയോ വാങ്ങിക്കൂട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നില്ല +2 ഈ ഫിസിക്സിൽ എനിക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റുമെന്ന്. അതുകൊണ്ട് എനിക്ക് ഫിസിക്സിനെ കുറിച്ച് എനിക്ക് അങ്ങനെ പറഞ്ഞു തരാനും അറിയില്ല. അതുകൊണ്ട് അത് നമുക്ക് വിടാം. കെമിസ്ട്രി
കെമിസ്ട്രീൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ ആകെ 2 ഓർഗാനിക്കേ ഉള്ളൂ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കെമിസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു പഠിക്കാനുള്ളത്. ബാക്കി എനിക്കറിയില്ല, അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഈ കെമിസ്ട്രിയിൽ ഞങ്ങൾക്ക് നല്ല അത്യാവശ്യം ടഫായിരുന്നു എക്സാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്ക് തന്നെ അറിയില്ല. നമ്മൾ എവിടുന്നോ അതായത് നമ്മൾ പഠിക്കാതെ ചില ഭാഗങ്ങളുണ്ടാവില്ല, എല്ലാം പഠിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും പോകുന്നില്ലല്ലോ. അപ്പോൾ ഏതാണോ നമ്മൾ വിടുന്ന ഭാഗം ആ ഭാഗത്തുനിന്ന് കൃത്യമായി ചോദ്യം ചോദിച്ച്, അതാണ് കെമിസ്ട്രി അത്രയും ടഫാവാൻ കാരണം. അല്ലാതെ ടെക്സ്റ്റിലില്ലാത്ത കാര്യമൊന്നുമല്ല, അതാണ് ഏറ്റവും എല്ലാവർക്കും ബുദ്ധിമുട്ടായത്. നമ്മളൊരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ നോക്കും, അങ്ങനെ പോവും. അതാണല്ലോ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വന്നത് ഈ പ്രാവശ്യം എക്സാം എഴുതിയപ്പം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ NCERT കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാമെന്ന് പറഞ്ഞത്. അപ്പം ഈ സയൻസ് സബ്ജക്ട്സൊക്കെ ഇങ്ങനെ പോയി 4 സബ്ജക്റ്റ്. പിന്നെ ഉള്ളതാണ് നമ്മൾ ഇംഗ്ലീഷ്, ഹിന്ദിയോ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജസൊക്കെ. ഞാൻ ഹിന്ദിയാണ് എടുത്തത്. ഇംഗ്ലീഷ് എനിക്ക് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം 10th പ്ലസ് 1 പ്ലസ് 2 ഇംഗ്ലീഷ് എന്താ പറയുക, മാർക്ക് വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാവും, ബാക്കി 5 A+ ഉണ്ടാവും, 1 A ആയിരിക്കും, അത് ഇംഗ്ലീഷിനായിരിക്കും ആ A ഗ്രേഡ് ഉണ്ടാവുക. അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങാന്ന് പറഞ്ഞത് അതിലേറെ കഷ്ടപ്പാടാണ്. എനിക്ക് A+ തന്നെ വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ആദ്യം ഓണപരീക്ഷയ്ക്ക് B+, പിന്നെ അത് A ഗ്രേഡായി, പിന്നെ മോഡൽ വരെ A ഗ്രേഡാണ്. എനിക്ക് ഇതുവരെ A+ കിട്ടിയിട്ടില്ല. ഇനിയിപ്പം റിസൾട്ട് വരുമ്പോൾ കാണാം ഇതിന് A+ ഉണ്ടാവുമെന്ന്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പൊതുവേ അതെന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പ്ലസ് 2 ഇംഗ്ലീഷ് എന്ത് കാട്ടണം എന്നറിയില്ല. എന്തായാലും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസ് ഇടും. ഹിന്ദി എടുക്കുന്നവരാണെങ്കിൽ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തിരിക്കണം. കാരണം ഉറപ്പായിട്ടും ഞാൻ അതിൽ ടിപ്സും ട്രിക്സൊക്കെ ഇടും. നമുക്ക് ഹിന്ദിയിൽ ഫുൾ മാർക്കിനെ വാങ്ങാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ വേഗം എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഹിന്ദി നിങ്ങൾക്ക് പേടിക്കേ വേണ്ട. നിങ്ങൾക്ക് ഹിന്ദി ഇനിയിപ്പോൾ തീരെ അറിയില്ലെങ്കിലും, അതായത് നമുക്കങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ കൂടി പേടിക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങളൊക്കെ, അതായത് നമുക്കൊരു 60 മാർക്കിനോളം നമുക്ക് ബൈ ഹാർട്ട് ചെയ്തത് അതുപോലെ എന്താ പറയുക അങ്ങനെ തന്നെ എഴുതി വെച്ച് മാർക്ക് വാങ്ങാൻ പറ്റും. ബാക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ടെക്സ്റ്റ് വായിക്കുന്നതൊക്കെ. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തരാം. ഇതിൽ നമുക്ക് ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ലോങ് ആയിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ് പ്ലസ് 1 കയറിയപ്പോൾ ഉണ്ടായത്. അപ്പം ആദ്യത്തെ ആ ഒരു ജൂലൈ മാസം അങ്ങനെ ഇരിക്കും. പിന്നെ ഓഗസ്റ്റ് ആവുന്ന സമയത്ത് ഒരു ഓണപരീക്ഷ സ്കൂളിൽ നടത്തും. ചില സ്കൂളിൽ നടത്താറില്ല, ഞങ്ങൾ സ്കൂളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതാരും വലിയ സീരിയസ് ആയിട്ട് എടുക്കില്ല. പിന്നെ പൊതുവേ ആ എക്സാമിന് മിസ്സുമാരൊക്കെ ഞങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ ഇട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ആ ലെവലിലായിരിക്കുമല്ലോ എക്സാം, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചില്ലായി ഈ ഒക്ടോബർ നവംബറൊക്കെ മാസം ഇങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ പോകുന്നു. ഓക്കെ, പിന്നെ ഡിസംബർ ആയപ്പോൾ നമ്മളെ എക്സാമായി. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ തീർത്തിട്ടുണ്ട്. ഫിസിക്സ് ഒന്നും പിന്നെ തൊട്ടിട്ടില്ല. ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഞാൻ അങ്ങനെ കുറച്ച് തീർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിട്ടായിരുന്നു ഞങ്ങൾ ക്രിസ്മസ് എക്സാമിനെ അപ്രോച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അയ്യോ നേരാവണ്ണം പഠിച്ചാൽ മാത്രമേ ഇതിനൊക്കെ മാർക്ക് കിട്ടുമെന്ന്. എനിക്ക് ഫിസിക്സിനൊക്കെ വളരെ കുറവ് മാർക്കായിരുന്നു. കെമിസ്ട്രിക്ക് അപ്പോഴും എനിക്ക് മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാത്സിന് ഞങ്ങളുടെ ക്ലാസ്സിൽ എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ, അല്ലാതെ ശരിക്കും ആ മാർക്ക് കുറവായിരുന്നു. കാരണം ഞങ്ങളുടെ ക്ലാസ്സിൽ പകുതി ആൾക്കാരും പാസ്സായിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത്രയും ടഫ് എക്സാം ആയിരുന്നു അത്. ഇത് കേട്ടിട്ട് പ്ലസ് 2 ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പനിക്കിടരുത്. കാരണം ഞങ്ങളെ അനുഭവം അങ്ങനെയായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ പറയും ഇതിനേക്കാൾ ടഫായിരിക്കും പ്ലസ് 2 എക്സാംസ്. ഓക്കെ, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഞങ്ങൾക്ക് ഇതായിരുന്നു ടഫ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ പ്ലസ് 2 എത്തുമ്പോൾ ഇതിനേക്കാളും ടഫായിരിക്കും അത്. ഓക്കെ, അങ്ങനെ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ എന്നിട്ടൊരു ചൂടുണ്ടോ? അതില്ലേ, ഇത് ക്രിസ്മസ് എക്സാം അല്ലേ, പബ്ലിക് അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ എന്നുള്ളൊരു വിചാരത്തിൽ അങ്ങനെ നമ്മളെ ഇതൊക്കെ കഴിഞ്ഞു, വെക്കേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ തുടങ്ങി സ്കൂളിലെ സീരീസ് എക്സാം. അതെല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ സ്കൂളിലുണ്ടായിരുന്നു ഡെയിലി സീരീസ് എക്സാം. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയായിരുന്നു അത്. പോരായിട്ട് അതിലത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എക്സാമിന് വരുന്ന പോലത്തെ ഒരു ചോദ്യമേ അല്ല. അത് എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ പോയി. പിന്നെ ഞാൻ ഫുൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്നിരുന്ന് പഠിക്കാൻ വിചാരിച്ചു. എന്നിട്ടോ ഞാൻ നേരെ പഠിച്ചിട്ട് പോലില്ല. ശരിക്കും ആ സമയത്ത് പോലും ഒരു ദിവസം 2 ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് എക്സാംസ് ഒരു പേടിയില്ലാതെ അപ്രോച്ച് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് ലാസ്റ്റ് എന്തായി, എക്സാം ആയപ്പോൾ നല്ല ബുദ്ധിമുട്ടായി. ഫെബ്രുവരി ഒരു മോഡൽ എക്സാമൊക്കെ ആവാനായപ്പോഴാണ് എനിക്ക് കറക്റ്റ് ടെൻസ്ഡ് ആവാൻ തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ഞാനും പഠിച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പം പിന്നെ മോഡൽ എക്സാമിന് ഞാൻ ഫുൾ കരച്ചിൽ ബഹളം. ഓക്കെ, അങ്ങനെയായിട്ട് പിന്നെ അച്ഛനമ്മയും പറഞ്ഞു ജസ്റ്റ് മോഡൽ എക്സാം അല്ലേ, നമ്മളെ മെയിൻ എക്സാം എന്താ പബ്ലിക്കാണ്. അങ്ങനെ പറഞ്ഞിട്ട് മോഡൽ എക്സാമൊക്കെ പോയിട്ട് അവസാനത്തെ കോമഡി എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് എഴുതിയിട്ടുണ്ടോയെന്നൊന്നും മനസ്സിലാവാൻ പറ്റാത്ത വിധത്തിൽ ഈ മിസ്സുമാരെന്ത് ചെയ്ത് പേപ്പർ പോലും ഞങ്ങൾക്ക് തന്നില്ല. പേപ്പറേ തന്നില്ല. ചില സ്കൂളൊക്കെ കൊടുക്കുകയായിരിക്കും. ഇത് പിന്നെ മിസ്സുമാരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരും വളരെ ബിസി ആയിരുന്നു. അപ്പോൾ അവർക്കും തരാൻ സമയം കിട്ടിയില്ല. ഞങ്ങൾക്ക് അതെന്താണ് ഞങ്ങൾ മിസ്റ്റേക്സ് എന്ന് മനസ്സിലാക്കാൻ പോലും പറ്റിയില്ല. പിന്നെ ചില മിസ്സുമാർ പറഞ്ഞു നിങ്ങൾ പേപ്പർ ഞങ്ങളടുത്ത് വന്ന് വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ അവയ്ക്ക് പോയിട്ടുമില്ല. അതിനേക്കാളും അങ്ങനെ നമ്മൾ ഈ മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞു.
പിന്നെയാണ് നമ്മളെ പബ്ലിക് എക്സാം. അതിനിടയിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ കിട്ടുമല്ലോ. ആ സമയത്ത് പോലും ഞാൻ ഡെയിലി 2 ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. ഓക്കെ, അതൊന്നും ചെയ്യാതെ പബ്ലിക് എക്സാമായി. ഫസ്റ്റ് എക്സാം ആയിരുന്നു ഹിന്ദി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയ കുഴപ്പമില്ല, അങ്ങനെ ആ എക്സാം പോയി. അങ്ങനെ നമുക്ക് ഈ കെമിസ്ട്രീൻ്റെ ഇടയിൽ അടുത്ത എക്സാം കെമിസ്ട്രിയാണ്. ആ കെമിസ്ട്രിയും ഹിന്ദീൻ്റെ ഇടയിൽ ഗ്യാപ്പ് എത്രയാണെന്ന് വെച്ചാൽ 8 ദിവസമുണ്ട്. ആ 8 ദിവസത്തിൽ 6 ദിവസം ഞാൻ വെറുതെ കുത്തിയിരുന്നു. ആ 6 ദിവസത്തിനിടയിലും ഞാൻ അറിഞ്ഞിരുന്നു +2ൻ്റെ എക്സാം വളരെ ടഫായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് പറയുന്നുണ്ട് പഠിക്കണം മക്കളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ 6 ദിവസം വെറുതെ കുത്തിയിരുന്നു. എന്നിട്ട് ഞാൻ രണ്ട് ദിവസം അവസാനത്തെ എന്തൊക്കെയോ പഠിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു കോൺഫിഡൻറ്റും അല്ലായിരുന്നു ഞാൻ. പിന്നെ ഇടയ്ക്കൊക്കെ റിഗ്രറ്റും അടിച്ചു, അയ്യോ ആ 6 ദിവസത്തിൽ എന്തെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആകെപ്പാടെ എനിക്ക് വിഷമമായി. എന്നിട്ട് എക്സാമിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻസൊക്കെ നല്ല ടഫായിട്ട് തോന്നി. അതുപോലെ തന്നെ എഴുതാനും പറ്റില്ല. ഞാനൊരു 50 എബവ് അഥവാ 54ൻ്റെ എബവ് ആണ് പ്രതീക്ഷ പോയത്. എക്സാം കഴിഞ്ഞപ്പോൾ ഒരു 40 എബവേ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ ഇതോ പോയി, ഇനി അടുത്ത എക്സാം വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ പിന്നെ വന്ന എക്സാംസ് ഒന്നും വലിയ കുഴപ്പമില്ലാതെയാണ് എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഫിസിക്സിൻ്റെ ഇടയിൽ ഒരൊറ്റ ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ആ ഒരു എക്സാം കഴിഞ്ഞിട്ട് അതിന് രാത്രി ടൈം ഉണ്ടാവില്ല, അതൊന്നും പഠിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ശേഷം അങ്ങനെ പഠിച്ച്. ആ ഒരു കുറച്ച് സമയം കൊണ്ട് എന്ത് കാട്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ കാട്ടിയിട്ട്, പക്ഷേ ആ എക്സാം ഈസി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടില്ല. അങ്ങനെയാണ്. ഇതിലൂടെ ഞാൻ എന്താ പറയുക വിചാരിക്കുന്നത് വെച്ചാൽ, ഞാനൊരു കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടല്ല പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളോട് സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഓണപരീക്ഷേൻ്റെ ഇടയ്ക്ക് ആ ഓണപരീക്ഷേൻ്റെ ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർത്തിരിക്കണം. ക്രിസ്മസിൻ്റെ ഇടയ്ക്ക് ക്രിസ്മസിൻ്റെ ഇതിലുള്ള ചാപ്റ്റേഴ്സ് തീർത്തിരിക്കണം. മോഡലിൻ്റെ ഇടയിൽ ആ ഫുൾ നമ്മളെ അക്കാഡമിക് ഇയറിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും തീർത്തിരിക്കണം എങ്ങനെയെങ്കിലും. അല്ലെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒരു ദിവസം എത്ര പഠിക്കണമെന്നൊക്കെ അതൊക്കെ ഓരോരുത്തർ കപ്പാസിറ്റിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ഇപ്പം സിസ്റ്റമാറ്റിക്കായിട്ട്, അതായത് ഇന്ന ദിവസം ഈ ചാപ്റ്റർ, ഇന്ന ദിവസം ആ ചാപ്റ്റർ അങ്ങനെ പഠിച്ചില്ലെങ്കിലും ഡെയിലി ഒരു 2 മണിക്കൂർ ഇന്ന് പഠിക്കുന്നതാണ് അതിനേക്കാൾ എത്രയോ എഫക്റ്റീവായിട്ടുള്ളത്. ഞാൻ എങ്ങനെയാ വെച്ചാൽ ഒരു ദിവസം ഒരു 4 മണിക്കൂർ ഇന്ന് പഠിക്കും, പിറ്റേ 2 ദിവസം ഞാൻ പഠിക്കുകയില്ല. അതിലൂടെ എനിക്ക് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കിപ്പോഴും ഇതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാണ്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കാൻ നോക്കുക. NCERT പ്രോബ്ലംസ്, പ്രത്യേകിച്ച് ഫിസിക്സ് ഒക്കെ അല്ലേ, ഞങ്ങൾ ക്രിസ്മസ് എക്സാമിനൊക്കെ ആ NCERT ആ ചോദ്യം അതേപോലെ വാല്യൂ പോലും മാറാതെ ചോദിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ആ പ്രോബ്ലംസൊക്കെ ചെയ്താൽ പോരെ. നിസ്സാരമല്ല കാര്യങ്ങൾ. കാരണം ആ പ്രോബ്ലംസ് അങ്ങനെ കുറേ ഉണ്ട് നമ്മൾ NCERT ടെക്സ്റ്റിൽ, കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസൊക്കെ ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി. അപ്പോൾ എനിക്ക് ലാസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടപ്പെട്ട് തന്നെ സയൻസിലേക്ക് കയറി വരിക. കഷ്ടപ്പെട്ട് വരേണ്ട ആവശ്യമില്ല. കഷ്ടപ്പെട്ട് വന്നാൽ അതിലേറെ കഷ്ടമായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് സയൻസ് ഇഷ്ടപ്പെടും. ഓക്കെ, സോ ടാറ്റാ, ബൈ.